ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടെക്കിലേക്ക് സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ സിബിൽ സ്കോർ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഓൺലൈനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ സിബിൽ സ്കോർ എന്ന് പറയുന്നത് എന്തിനാണ് ആവശ്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ലോൺ വല്ലതും എടുക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നോ അവർ ഈ സിബിൽ സ്കോർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ, നല്ല സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോണോ മറ്റു കാര്യങ്ങളൊക്കെ തരത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത് ബാക്കിയുള്ള പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സിബിൽ സ്കോർ കുറവാണ്. അപ്പോഴത്തേക്കും നമ്മൾ അത്രയും ചെയ്ത പ്രയത്നങ്ങളെല്ലാം വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ സിബിൽ സ്കോർ നോക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു വെബ്സൈറ്റാണ് paisa-bazaar.com. ആ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ ചെക്ക് യുവർ ക്രെഡിറ്റ് സ്കോർ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ജെൻഡർ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഫുൾ നെയിം ആസ് പെർ യുവർ ബാങ്ക് റെക്കോർഡ്സ്. ബാങ്ക് റെക്കോർഡ്സിലുള്ള അതേ വിവരങ്ങൾ തന്നെ നമ്മൾ ഇത്രയും വിവരങ്ങൾ ഇവിടെ കൊടുക്കണം. ഫുൾ നെയിം, രണ്ടാമത് ഡേറ്റ് ഓഫ് ബർത്ത്, മൂന്നാമത് പാൻ നമ്പർ, നാലാമത് നമ്മുടെ സ്ഥലത്തെ പിൻകോഡ്, അഞ്ചാമത് ഇമെയിൽ അഡ്രസ്സ്, ആറാമതായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ. ഇത്രയും കാര്യങ്ങൾ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലുള്ള അതേ റെക്കോർഡ്സിലുള്ള അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് യുവർ ക്രെഡിറ്റ് സ്കോർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്യണം. ഇവിടെ സെൽഫ് എംപ്ലോയിഡ് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ പ്രൊഫഷൻ ടൈപ്പ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ അതർ സെലക്ട് ചെയ്യുന്നു. ആനുവൽ ടേൺ ഓവർ, നമ്മൾ വർഷം എത്ര എമൗണ്ട് നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം. അത് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അത് കൊടുത്തു. അത് കഴിഞ്ഞ് വ്യൂ റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ആ ക്രെഡിറ്റ് സ്കോർ വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 779 ഗുഡാണ്. അപ്പോൾ ഈ സ്കോർ വെച്ചിട്ടാണെങ്കിൽ ലോണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ഇത്രയും ക്രെഡിറ്റ് സ്കോറുകളാണ് ഉള്ളത്. ഇപ്പോൾ 350 മുതൽ 850 വരെയാണ് നമ്മൾ ക്രെഡിറ്റ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ 350 മുതൽ 549 വരെ ബാഡും 550 മുതൽ 649 വരെ പുവറാണ്. 650 മുതൽ 699 വരെ ഫെയർ എന്നും, അതുപോലെ 700 മുതൽ 749 വരെ ഗുഡ് എന്നും, 750 മുതൽ 850 വരെ എക്സലൻ്റ് എന്നും പറയും. അപ്പോൾ ഈ 700 മുതൽ 850 വരെയുള്ള ഈ ഗുഡ്, എക്സലൻ്റ് ഇത്രയും സ്ഥാനത്ത് നമ്മുടെ പോയിന്റ് നിന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ക്രെഡിറ്റ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രെഡിറ്റിനെ കുറിച്ച് പറയാൻ. അപ്പോൾ എല്ലാവരും അവരുടെ ക്രെഡിറ്റുകൾ ചെക്ക് ചെയ്ത് നോക്കുക. 700-നും 850-നും അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം എളുപ്പമായിരിക്കും. ഓക്കെ.